വികസനത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല 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 വർഗീയതയ്ക്കാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാർ വർഗീയത കാണിക്കുന്നതും വികസനത്തിന് എതിരെ നിൽക്കുന്നതും നമ്മൾ കണ്ടു. ഇത് റെയിൽവേ സ്റ്റേഷൻ ആണോ അല്ലെങ്കിൽ എയർപോർട്ട് ആണോ എന്നൊന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും അത്യാധുനികമായിട്ടാണ് NDA റെയിൽവേ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ മുഖം മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, റെയിൽവേയിൽ കള്ളവണ്ടി ഓടുന്നു, ഇതുപോലെ വിസർജ്യങ്ങൾ കിടക്കുന്നു, വൃത്തികേടായിട്ട് കിടക്കുന്നു. എന്താ പറയുക, ബാത്റൂം പോയിട്ട് മര്യാദക്ക് ഒരു കോച്ചിൽ കൈ വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അഴുക്കാണ്, പൊടി അഴുക്ക്. പിന്നെ ഈ പറയുന്ന പോലെ റെയിൽവേന്റെ ജാമ്പവാന്റെ കാലത്തുള്ള തുരുമ്പിച്ച സാധനങ്ങളാണ് മൊത്തം അതിനകത്തുണ്ടായിരുന്നത്. ട്രെയിനിലായാലും ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റിക് ആവും. ചാണകം ചവിട്ടില്ല, വർഗീയത എന്നൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്കും എത്തിക്കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതൊക്കെ വാഗൊണ്ട് പറഞ്ഞ് നടക്കാം. എത്ര നാൾ നിങ്ങൾക്ക് വാഗൊണ്ട് പറഞ്ഞു നടക്കാൻ കഴിയും? ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോൾ, ഈ വ്യത്യാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നതാണോ സത്യം, അതോ കഴിവുള്ളൊരു സർക്കാരിനെ പിന്തുണച്ചാൽ ആണോ ഗുണമുള്ളത്, ഇതിൽ ഏതാ സത്യം എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. 9 വർഷം നിങ്ങൾ ഭരിച്ചു, 60 വർഷം കോൺഗ്രസ് ഭരിച്ചു. എന്തുണ്ടാക്കി? എന്നും കുന്നും സാധാരണക്കാരൻ എന്ന് പറഞ്ഞ് പെൻഷനും മേടിച്ച് കിറ്റും മേടിച്ച് നക്കി തിന്നില്ലേ എന്ന വർത്താനം കേട്ട് ജീവിച്ചാ മതിയോ? അങ്ങനെ കേരളത്തിന് പ്രധാനമന്ത്രി അമൃത് ഭാരത് എക്സ്പ്രസ് 2 എണ്ണം സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അമൃത് ഭാരത് എക്സ്പ്രസ് ഇന്ന് ഇന്ത്യ മുഴുവനും ഓടിത്തുടങ്ങുകയാണ്. NDA നിലവിൽ വന്നതിന് ശേഷം, ഭരണം എടുത്തതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ വലിയൊരു മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റം. വികസനത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല 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 വർഗീയതയ്ക്കാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാർ വർഗീയത കാണിക്കുന്നതും വികസനത്തിന് എതിരെ നിൽക്കുന്നതും നമ്മൾ കണ്ടു. വികസനമാണ് മുഖമുദ്ര എന്നും പറഞ്ഞുകൊണ്ട് NDA ഏതൊക്കെ തരത്തിലുള്ള വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതും ഞാൻ കണ്ടു. നമുക്കിന്ന് അമൃത് ഭാരത് एक्सप्रेस പറ്റിയാണ് സംസാരിക്കേണ്ടത്. അതിന്റെ അകം നിങ്ങൾ കണ്ടായിരുന്നോ? ഒരു വീഡിയോ ഒന്ന് കണ്ടോ. हाल ही में लॉन्चिंग डबल इंजन वाली अमृत भारत ट्रेन देश के 2 बड़े ही इंपॉर्टेंट रूट्स पर चल रही हैं। आपको बता दें कि इन ट्रेन को वंदे भारत का एक नॉन AC वर्जन भी कहा जाता है और इनकी सफलता को देखते हुए रेलवे ने एक बड़ा फैसला लिया है। हमारे रेलवे मिनिस्टर श्री अश्विनी वैष्णव जी ने ट्वीट करके बताया कि रेलवे जल्द ही 50 और अमृत भारत ट्रेन को लॉन्च करने वाली है, जिन्हें देश के सभी इंपॉर्टेंट और लंबे रूट पर चलाया जाएगा। आपके हिसाब से कौन कौन से रूट पर ये नई ट्रेन आ सकती है? മുൻപുണ്ടായിരുന്ന ട്രെയിനുകളെ അപേക്ഷിച്ച് എന്താണ് ഈ ട്രെയിനിന്റെ പ്രത്യേകത? നമുക്ക് അതേനോട് തന്നെ ചോദിക്കാം. നമ്മൾ സാധാരണയായി കാണുന്ന എക്സ്പ്രസ് ട്രെയിനുകളെ അപേക്ഷിച്ച് അത്യാധുനികമായ മാറ്റങ്ങളുമായാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എത്തുന്നത്. ഇതിലെ പ്രധാന വ്യത്യാസങ്ങൾ താഴെ പറയുന്നവയാണ്. പുഷ് പുൾ സാങ്കേതിക വിദ്യ. സാധാരണ ട്രെയിനുകളിൽ മുന്നിൽ ഒരു എഞ്ചിൻ മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ അമൃത് ഭാരത് ട്രെയിനുകളിൽ മുന്നിലും പിന്നിലും എഞ്ചിനുകളുണ്ട്. ഇത് ട്രെയിനിന് വേഗത കൈവരിക്കാനും പെട്ടെന്ന് നിർത്താനും സഹായിക്കുന്നു. ഇത് യാത്രാ സമയം കുറയ്ക്കാൻ സഹായിക്കുന്നു. സെമി കൂപ്പിൾഡ് ലിങ്കുകൾ. സാധാരണ ട്രെയിനുകൾ എടുക്കുമ്പോഴോ നിർത്തുമ്പോഴോ ഉണ്ടാകുന്ന കുലുക്കം അമൃത് ഭാരത് ട്രെയിനുകളിൽ ഉണ്ടാവില്ല. കോച്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രത്യേക സാങ്കേതിക വിദ്യയാണ് ഇതിനെ സഹായിക്കുന്നത്. സാധാരണക്കാർക്ക് മുൻഗണന. വന്ദേ ഭാരത് പൂർണ്ണമായും AC ട്രെയിൻ ആണെങ്കിൽ അമൃത് ഭാരത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ AC കോച്ചുകൾ ഇല്ല, പകരം സ്ലീപ്പർ കോച്ചുകളും ജനറൽ കോച്ചുകളും മാത്രമാണുള്ളത്. എങ്കിലും കുറഞ്ഞ ചിലവിൽ മികച്ച സൗകര്യങ്ങൾ ലഭിക്കും. മികച്ച സീറ്റുകളും സൗകര്യങ്ങളും. സാധാരണ ട്രെയിനുകളേക്കാൾ മികച്ച കുഷ്യൻ സീറ്റുകൾ, മൊബൈൽ ഹോൾഡറുകൾ, ഓരോ സീറ്റിലും ചാർജിംഗ് പോയിന്റുകൾ എന്നിവ ഇതിലുണ്ട്. ഓരോ കോച്ചിലും CCTV ക്യാമറകൾ, മികച്ച ലൈറ്റിംഗ് എന്നിവയും ഉറപ്പാക്കിയിട്ടുണ്ട്. ആധുനിക ടോയ്ലറ്റുകൾ. കൂടുതൽ വൃത്തിയുള്ളതും ആധുനികവുമായ ശൗചാലയങ്ങൾ, കൂടുതൽ വെള്ളം സംഭരിക്കാനുള്ള ടാങ്കുകൾ എന്നിവ അമൃത് ഭാരത് ട്രെയിനുകളുടെ പ്രത്യേകതയാണ്. വേഗത. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ഈ ട്രെയിനുകൾക്ക് ശേഷിയുണ്ട്. സ്റ്റേഷനുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുഷ് പുൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ വളരെ വേഗം ഉയർന്ന വേഗതയിൽ എത്താൻ സാധിക്കും. ചുരുക്കത്തിൽ സാധാരണക്കാരുടെ വന്ദേ ഭാരത് എന്ന അമൃത് ഭാരത് എക്സ്പ്രസിനെ വിളിക്കാം. ഇന്ത്യൻ റെയിൽവേ വെബ്സൈറ്റിലൂടെ ഈ ട്രെയിനുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. കണ്ടോ? അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്കറിയാം, വന്ദേ ഭാരത് വന്നപ്പോൾ എന്തൊരു നിലവിളിയായിരുന്നു ഇവിടെ. ഏറ്റവും മുന്തിയ നിലവിളി എന്താണെന്ന് അറിയാമോ? ഇത് സാധാരണക്കാർക്കുള്ളതല്ല എന്നതാണ്. അതായത് CPM-ന്റെയും UDF-ന്റെയും ഒക്കെ ഒരു വർത്തമാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ സാധാരണക്കാർ മാത്രമേ ഉള്ളൂ, സാധാരണക്കാരല്ലാത്ത ഒരു മനുഷ്യർ ഇവിടെ ഇല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും സാധാരണക്കാർക്കുള്ളത് കൊണ്ടുവന്നാൽ മാത്രമേ ഞങ്ങൾ അത് അംഗീകരിക്കൂ. മനസ്സിലായില്ലേ? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാശുള്ളവൻ മൂർഷയ, കാശുള്ളവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല, കാശുള്ളവൻ ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. എന്നാൽ സർക്കാർ നിലനിന്ന് പോകുന്നത് ഈ കാശുള്ളവൻ കാരണമാണ്. ഈ പറയുന്ന രാഷ്ട്രീയക്കാർ നിലനിന്ന് പോകുന്നത് ഈ കാശുള്ളവൻ കാരണമാണ്. അവനെ പിടിച്ചു കുറച്ചാണ് ഇവർ ജീവിക്കുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ എന്ത് കൊണ്ടുവന്നാലും കാശുള്ളവന് കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ വന്ദേ ഭാരത് ഒരു വലിയ കോർപ്പറേറ്റ് സംഗതിയാണ്, അതിനെ നമ്മൾ എതിർക്കണം എന്നും പറഞ്ഞ് കല്ലെറിഞ്ഞ ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. എന്നാൽ അമൃത് ഭാരത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കട്ടെ, ഇവരെ വായടയ്ക്കാൻ, പക്ഷേ സാധാരണക്കാരെ കൂടി കരുതണം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നോൺ AC ആയതുകൊണ്ട് തന്നെ ഇതിന് ചെലവ് കുറവാണ്. വന്ദേ ഭാരതിന്റെ അത്രയും ചെലവില്ല, എന്നാൽ അതേ സ്പീഡിൽ തന്നെ നമുക്ക് പോയിട്ട് വരാനും സാധിക്കും. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ വൃത്തിയായിട്ടുള്ള ബാത്റൂം സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ നോർമലി എല്ലാ ട്രെയിനുകളിലും, അതായത് നേരത്തെ നിലവിലുണ്ടായിരുന്ന ട്രെയിനുകളിൽ ഇപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. പണ്ടത്തെ പോലൊന്നുമല്ല.
പണ്ട് റെയിൽവേ ട്രാക്കുകൾ എന്ന് പറഞ്ഞാൽ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ മലമൂത്ര വിസർജനം ചെയ്ത് ഇങ്ങനെ കിടക്കും. കാരണം എന്താ, ഇതിന് വേറെ ടാങ്ക് ഒന്നും ഇല്ല. ബാത്റൂം എന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ കയറിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു തുളയാണ്. നമുക്ക് ആ ബാത്റൂമിന്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ ട്രാക്ക് കാണാം, ക്ലോസറ്റിന്റെ ഉള്ളിൽ കൂടി. അതാണ് UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ട്രെയിൻ. അവിടെ നിന്ന് മാറി പ്രോപ്പർ ആയിട്ടുള്ള ടാങ്കുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു ട്രാക്കിലും ഈ പറഞ്ഞ വിസർജ്യം വീഴാത്ത രീതിയിൽ വൃത്തിയാക്കാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ 2 ടൈപ്പ് ടോയ്ലറ്റ്സ് ഉണ്ട്. ഒന്ന് വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ട്, അതുകൂടാതെ ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ട്. ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റാത്തവർക്ക് വെസ്റ്റേൺ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. ഇത് രണ്ടും ഭയങ്കര നീറ്റാണ്. നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പ്രൈവറ്റ് ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ ചെല്ലുമ്പോൾ ഹാൻഡ് വാഷ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ റെയിൽവേയില് ട്രെയിനിനകത്ത് പ്യുവർ ഹാൻഡ് വാഷ്, വെള്ളത്തൊന്നും മിക്സ് ചെയ്യാത്ത ഹാൻഡ് വാഷ് വരെ ഓരോ വാഷ് ബേസിനിൽ ഇപ്പൊ വെച്ചിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ സാധിച്ചു? ഇത് നിസ്സാരമായിട്ട് സാധിച്ച ഒരു സംഗതിയാണോ? അല്ല. ഇത് റെയിൽവേയുടെ കാര്യത്തിൽ NDA സർക്കാർ എടുത്ത വലിയൊരു മുന്നേറ്റത്തിന്റെ ഫലമാണ്. എന്താണ് ആ മുന്നേറ്റം? അതിനെപ്പറ്റി നമുക്ക് എനോട് തന്നെ ചോദിക്കാം. ദേശീയ റെയിൽ പ്ലാൻ 2030, PM ഗതിശക്തി എന്നീ ബൃഹത്തായ പദ്ധതികളിലൂടെയാണ് NDA സർക്കാർ റെയിൽവേയുടെ ഈ വലിയ പരിവർത്തനം നടപ്പിലാക്കിയത്. കേവലം ട്രെയിനുകൾ ഓടിക്കുന്നതിലുപരി റെയിൽവേയെ ഒരു ആധുനിക വ്യവസായ ശൃംഖലയാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിച്ചത്. പ്രധാന മാസ്റ്റർ പ്ലാനും അത് നടപ്പിലാക്കിയ രീതിയും താഴെ പറയുന്നവയാണ്. PM ഗതിശക്തി റെയിൽവേയെയും റോഡ്, തുറമുഖം തുടങ്ങിയ മറ്റ് ഗതാഗത മാർഗങ്ങളെയും ഡിജിറ്റലായി ബന്ധിപ്പിക്കുന്ന പ്ലാൻ. വിവിധ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിലൂടെ പദ്ധതികൾ വേഗത്തിൽ തീർക്കാൻ ഇത് സഹായിച്ചു. ദേശീയ റെയിൽ പ്ലാൻ 2050 വരെയുള്ള രാജ്യത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് 2030ഓടെ റെയിൽവേയുടെ ശേഷി ഇരട്ടിയാക്കാനുള്ള മാസ്റ്റർ പ്ലാൻ. ഇതിൽ 100% വൈദ്യുതീകരണം, ഇരട്ട ട്രാക്കുകൾ, വേഗത വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. അമൃത് ഭാരത് സ്റ്റേഷൻ മാസ്റ്റർ പ്ലാൻ ഓരോ റെയിൽവേ സ്റ്റേഷനെയും ഒരു സിറ്റി സെന്ററാക്കി മാറ്റാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഒരു നഗരത്തിന്റെ 2 ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായി മാറും. സ്റ്റേഷനിലെ നിലവിലുള്ള കെട്ടിടങ്ങൾ പുനഃക്രമീകരിച്ചും റൂഫ് പ്ലാസകൾ നിർമ്മിച്ചും യാത്രക്കാർക്ക് കൂടുതൽ ഇടം ഉറപ്പാക്കുന്നു. ബജറ്റ് വർധനവും ഫണ്ടിങ്ങും 2014 ശേഷം റെയിൽവേക്കുള്ള ബജറ്റ് വിഹിതത്തിൽ വൻ വർധനവുണ്ടായി. 2025-26 കാലയളവിൽ കസ്റ്റമർ അമ്യൂണിറ്റീസ് എന്ന വിഭാഗത്തിൽ മാത്രം 12,000 കോടിയിലധികം രൂപ സ്റ്റേഷൻ നവീകരണത്തിനായി നീക്കിവെച്ചു. സാങ്കേതിക മാറ്റം ICF കോച്ചുകളിൽ നിന്ന് സുരക്ഷിതമായ LHB കോച്ചുകളിലേക്ക് പൂർണ്ണമായി മാറി. ഒപ്പം കവച് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളും വന്ദേ ഭാരത്, അമൃത് ഭാരത് തുടങ്ങിയ അത്യാധുനിക ട്രെയിനുകളും ട്രാക്കിലിറക്കി. ഇത്തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയും കൃത്യമായ ഫണ്ടിങ്ങും സമന്വയിപ്പിച്ചാണ് ഈ വികസന പദ്ധതികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അതാണ് പറയുന്നത്. കുറച്ച് മൂളയുള്ള ആരെങ്കിലും വന്ന് ഭരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ട് അറിയാൻ സാധിക്കും. ഈ പറയുന്ന സ്റ്റേഷൻ പദ്ധതി ഇതേപറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കാം. Top 10 most modern railway stations in India. ഇത് റെയിൽവേ സ്റ്റേഷൻ ആണോ അല്ലെങ്കിൽ എയർപോർട്ട് ആണോ എന്നൊന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും അത്യാധുനികമായിട്ടാണ് NDA റെയിൽവേ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ മുഖം മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, റെയിൽവേയിൽ കള്ളവണ്ടി ഓടുന്നു, ഇതുപോലെ വിസർജ്യങ്ങൾ കിടക്കുന്നു, വൃത്തികേടായിട്ട് കിടക്കുന്നു. എന്താ പറയുക, ബാത്റൂം പോയിട്ട് മര്യാദക്ക് ഒരു കോച്ചിൽ കൈ വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അഴുക്കാണ്, പൊടി അഴുക്ക്. പിന്നെ ഈ പറയുന്ന പോലെ റെയിൽവേന്റെ ജാമ്പവാന്റെ കാലത്തുള്ള തുരുമ്പിച്ച സാധനങ്ങളാണ് മൊത്തം അതിനകത്തുണ്ടായിരുന്നത്. ട്രെയിനിലായാലും ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റിക് ആവും. ഇനി ഈ റെയിൽവേ ഉദ്യോഗസ്ഥരുടെയൊക്കെ ക്വാർട്ടേഴ്സുകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഈ ട്രെയിനിന്റെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് അവർക്ക് ക്വാർട്ടേഴ്സ് തന്നെ പടു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ UPA സർക്കാരിന്റെ മേന്മയാണ്. എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. വീടിന്റെ ജനലിൽ വരെ ട്രെയിനിന്റെ ജനൽ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഓടിക്കൽ, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ഓടിച്ച് കൊണ്ടുപോവുക എന്നൊരു ഗതിയിൽ നിന്നും മാറി ഇന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇതാ ഇങ്ങനെ നോക്കുന്ന രീതിയിൽ മാറിയിരിക്കുന്നു. അപ്പൊ പറയുകയാണ് ഇത് കേരളത്തിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത് നോർത്തിൽ ഇങ്ങനെ BJP പോഷിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണോ? കേരളത്തിൽ ഇത് എത്ര എണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പണി നടക്കുന്നുണ്ടെന്നുള്ളതും എന്നോട് ചോദിച്ചാലോ? ഷൊർണൂർ, തലശ്ശേരി, കുറ്റിപ്പുറം, തിരൂർ, നിലമ്പൂർ റോഡ്, കാസർഗോഡ്, പരപ്പനങ്ങാടി, ഫറോക്ക്, അങ്ങാടിപ്പുറം, പയ്യന്നൂർ ഏകദേശം 80% പ്രവൃത്തി പൂർത്തിയായി. ഒറ്റപ്പാലം ഏകദേശം 75% പൂർത്തിയായി. കൂടാതെ വടകര, മാഹി എന്നീ സ്റ്റേഷനുകൾ നേരത്തെ തന്നെ നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ചാണകം ചവിട്ടില്ല, വർഗീയത എന്നൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിലും
ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്കും എത്തിക്കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതൊക്കെ വാ കൊണ്ട് പറഞ്ഞു നടക്കാം. എത്ര നാൾ നിങ്ങൾക്ക് വാ കൊണ്ട് പറഞ്ഞു നടക്കാൻ കഴിയും? ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോൾ, ഈ വ്യത്യാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നതാണോ സത്യം, അതോ കഴിവുള്ള ഒരു സർക്കാരിനെ പിന്തുണച്ചാൽ ആണോ ഗുണമുള്ളത്, ഇതിൽ ഏതാ സത്യം എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഇപ്പോ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ. 9 വർഷം നിങ്ങൾ ഭരിച്ചു, 60 വർഷം കോൺഗ്രസ് ഭരിച്ചു. എന്തുണ്ടാക്കി? ഈ രാഹുൽ ഗാന്ധി എല്ലാ സ്ഥലത്തും വിദേശത്തെല്ലാം പോയിട്ട് ഇന്ത്യയുടെ എക്കണോമി കൊള്ളില്ല, ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ഡെമോക്രസി അങ്ങ് താഴേക്ക് പോകുന്ന രീതിയിൽ പോവാണ്, ഇതൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് 99 ഇലക്ഷനും ഇയാളെ പൊട്ടിച്ച് ജനങ്ങൾ കൈ കൊടുത്തത്? UP കാലത്തെ ട്രെയിൻ എന്താന്ന് നിങ്ങൾക്ക് കാണണോ? ഒന്നുകൂടെ കണ്ടോ. അതെ, അവിടെ നിന്നും ഇവിടേക്ക് ഇന്ത്യയുടെ മുഖം മാറ്റിയത് NDA ആണ്. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്, റെയിൽവേ ഇങ്ങനെ ആക്കിയത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. ഇങ്ങനെ എടുത്തു പറയാൻ കഴിവുള്ള ഒത്തിരി പേർ BJP-യിൽ ഉണ്ട്. അത് അംഗീകരിക്കാൻ ആദ്യം പഠിക്കൂ. ഇതൊക്കെയും നിങ്ങൾക്കും അനുഭവിക്കണ്ടേ? എന്നും കുന്നും സാധാരണക്കാരൻ എന്ന് പറഞ്ഞ് പെൻഷനും മേടിച്ച് കിറ്റും മേടിച്ച് നക്കി തിന്നില്ലേ എന്ന വർത്താനം കേട്ട് ജീവിച്ചാൽ മതിയോ? ഇത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. തുടർന്ന് കാണുക പോളി ന്യൂസ്.